കഴുത്തിന് പിടിച്ച് സ്വയം ചാവുകയാണെന്നല്ലേ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ നമ്മൾ നല്ല അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ചേച്ചിമാരൊക്കെ ചെയ്ത് അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മളും ചെയ്തത്. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്ത് തന്നെയാണേലും ഒരു 2-3 ദിവസമൊക്കെ നമ്മൾ ആഴ്ച ചെയ്യാൻ നോക്കണം. പിന്നെ എന്ത് തന്നെ ഏത് ഫേസ് പാക്ക് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിലൊന്ന് തൂത്തിട്ട് അത് അലർജി ഒന്നും ഇല്ല എന്ന് തോന്നുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഫേസിലോട്ട് എന്ത് തന്നെയാണേലും ചെയ്യാവൂ കേട്ടോ. ചിലർക്കൊക്കെ ഈ നമ്മുടെ ഈ കറ്റാർവാഴയൊക്കെ നമ്മുടെ ഇതായിട്ടുള്ളതാണെങ്കിൽ ചിലർക്കൊക്കെ അതൊക്കെ അലർജി ഉണ്ടാവും കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്. എന്ത് തന്നെ എടുത്താലും ഇത്തിരി നേരം നമ്മൾ ഇച്ചിരി ഒന്ന് നമ്മുടെ കയ്യിലൊന്ന് തൂത്തിട്ട് നമ്മൾ നോക്കണം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. അതെല്ലാം ചേച്ചിമാരൊക്കെ എപ്പോഴും പറയുന്നതാണ്. അലർജിയൊക്കെ ഉള്ളവർ കാണും കേട്ടോ. പിന്നെ നല്ലൊരു പായ്ക്കാണ്, നിങ്ങൾ ചെയ്ത് നോക്കണം. നമ്മളതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇപ്പം വീഡിയോ എടുക്കുന്നത് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണേ. വീഡിയോ ഒക്കെ കണ്ട ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെന്താ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. തമ്പുരാൻ ഓരോ ദിവസവും നമ്മളെയൊക്കെ തള്ളി ഉന്തി അങ്ങോട്ട് വിടുവാണ്. അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യമൊക്കെ തമ്പുരാൻ തരട്ടെ. നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോകാം. ഇന്നും നമ്മുടെ മുഖത്തിടാൻ പറ്റിയ നല്ല ഒരു ഫേസ് പാക്കുമായിട്ടാണ് സുപ്പു വന്നിരിക്കുന്നത്. അടിപൊളി ഫേസ് പായ്ക്കാണ്. നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ടല്ലോ, മറ്റേ അടുപ്പായാലും മതി. പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ അടുപ്പത്തൊക്കെ വെച്ചായിരുന്നല്ലോ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നത്. ഇപ്പം പിന്നെ നമ്മളൊക്കെ എന്താ മോഡേൺ ജീവിതങ്ങളല്ലേ നമ്മളൊക്കെ നയിക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിന്ന് നമുക്ക് സുന്ദരിയാവാം കേട്ടോ. നമുക്ക് ഈ പായ്ക്കൊക്കെ ഇടാം. അവിടെ നിന്ന് നമ്മൾ ആ സംഭവം ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുഖത്തൊക്കെ അത് വാരി തേച്ച് നമുക്കൊരു 10-15-20 മിനിറ്റൊക്കെ നിന്നിട്ട് നമുക്കിത് മുഖമൊക്കെ കഴുകി നോക്കിയാലുണ്ടല്ലോ പള ഒന്ന് മിന്നും കേട്ടോ. അതുമാതിരി ഒരു ഫേസ് പായ്ക്കാണ് ചേച്ചിമാരൊക്കെ ചെയ്തവർക്ക് അടിപൊളിയായിട്ട് കിട്ടിയെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോഴും നമുക്കും ഇങ്ങനെ ഓരോന്ന് മാറ്റി പിടിക്കാം കേട്ടോ. അപ്പോഴിന്ന് എല്ലാവരുടെയും വീട്ടിൽ എന്തായിരുന്നു പാപ്പം? ഞാൻ മക്കളോട് ചോദിക്കേ, വൈകിട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ അരിയോ എന്താ പിറ്റേന്നത്തേക്ക് നമ്മൾ കാപ്പിക്ക് ഒരുക്കുന്നേ. അപ്പോൾ തലേന്ന് നമ്മൾ വൈകിട്ട് മക്കളോട് ചോദിക്കും. ഇപ്പം പിന്നെ നമ്മൾ മക്കളുമാരോടാണല്ലോ ചോദിക്കുന്നത്, എന്താ വേണം മക്കളെ രാവിലെ കാപ്പിക്ക്? അപ്പോഴവർ പറയും അമ്മേ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. അപ്പോഴും നമ്മൾ അതനുസരിച്ചൊക്കെ ഇപ്പം നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലത് ഈ പിള്ളേർ കഴിക്കത്തില്ല, അതുകൊണ്ട്. അപ്പോഴേ നമ്മുടെ വീട്ടിൽ ഇന്ന് ഈ പാപ്പമായിരുന്നു. അപ്പോഴാ പാപ്പത്തിൻ്റെ കുറച്ച് ഇച്ചിരി അടിച്ചു മാറ്റി ഞാൻ ദേ ഫേസ് പായ്ക്ക് ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കാനൊന്നും വലിയ പാടൊന്നുമില്ല. അതൊരു 2 സ്പൂൺ എടുത്ത് അടിച്ചു മാറ്റി ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു. ആ ഫ്രിഡ്ജിനകത്ത് നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ആ മുഖത്തൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ എന്താ സുഖമെന്നറിയാമോ. അപ്പോൾ ഏത് പായ്ക്ക് തന്നെ നമ്മൾ മുഖത്തിടുമ്പോഴും നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് സോപ്പിട്ട് അങ്ങോട്ട് തേച്ച് കഴിയൊക്കെ വന്നിട്ട് നമുക്ക് പായ്ക്കൊക്കെ ഇടണം കേട്ടോ. എല്ലാ പായ്ക്കും അങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെന്താ അഴുക്കും ഇതൊക്കെ കൊണ്ട് നമ്മുടെ പായ്ക്ക് ആകെ കുളമാവും കേട്ടോ. അപ്പോഴെപ്പോഴും നമ്മുടെ മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ പായ്ക്കൊക്കെ ഇടുക. ഇന്നത്തെ നമ്മുടെ പായ്ക്കും ദോശമാവ് കൊണ്ടുള്ള ഫേസ് പായ്ക്കാണ്. ഞാൻ ദോശ ഉണ്ടാക്കിയപ്പം കുറച്ചടിച്ച് മാറ്റി ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നു. ഇതാണ് സംഭവം കേട്ടോ. ആ പായ്ക്കാണ് നമ്മൾ ഇന്ന് ഇടുന്നത്. ഉഴുന്ന് നന്നായിട്ട് വേണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒരു കളിപ്പീരി പരുവത്തിലുള്ള ദോശയൊക്കെ ഉണ്ടല്ലോ, അതല്ല. നന്നായിട്ട് ഉഴുന്ന് ചേർത്ത ദോശയുടെ മാവാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആ ഉഴുന്ന് തന്നെ നമ്മുടെ തലയിലും ഷാമ്പു ആയിട്ടൊക്കെ ചേച്ചിമാരൊക്കെ ചെയ്യുന്ന കാണാം. ഉഴുന്നരച്ച് പിന്നെ മുഖത്തും ഉഴുന്ന് മാത്രമായിട്ടും നമ്മൾ ചെയ്യും. അപ്പോൾ അരിപ്പൊടിയും നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കിടിലോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നവർക്ക് സമ്മാനമുണ്ട്. എൻ്റെ ദൈവമേ, കിടിലോൾ കേട്ടോ. നിങ്ങൾ നന്നായിട്ട് പറയണം. എനിക്ക് അങ്ങ് നാക്കൊളുക്കും അത് പറഞ്ഞാൽ. കിടിലോൾ അങ്ങനെയാണോ? അല്ലെങ്കിൽ പിന്നെ എഴുതി നോക്കണം.
കിടിലം. അത് പറയുന്നവർക്ക് നമ്മൾ സമ്മാനം തരുന്നതാണ്. സത്യമായിട്ട് സുപ്പ് സമ്മാനം തരും. ആഹാ, എല്ലാവർക്കും എനിക്ക് എഴുതിയ കറക്റ്റ് ആകും, പക്ഷെ അത് നമ്മളങ്ങോട്ട് പറയുമ്പോൾ തെറ്റിപ്പോകും. എത്ര ആണെങ്കിലും ഒരു 10 പ്രാവശ്യം പറയാനൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയത്തില്ലേ? അതല്ലേ കിടിലം. ഇങ്ങനെയാണോ? തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം. അപ്പോഴും പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വലിയതായിട്ടുള്ള അറിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാ വീട്ടമ്മമാരാണ് നമ്മളൊക്കെ കേട്ടോ. ഞാനും എന്നെ പോലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ സാധാ വീട്ടമ്മമാരാണ്. ഞങ്ങൾക്ക് വലുതായിട്ടുള്ള കാര്യവിവരങ്ങളോ ഒന്നും കാണത്തില്ല. ചിലപ്പോൾ നമ്മൾ പറയുന്നതിനകത്ത് തെറ്റുകുറ്റങ്ങൾ കാണും, കാണിക്കുന്നതിനകത്ത് ചില തെറ്റുകുറ്റങ്ങളൊക്കെ കാണും. അതൊക്കെ കണ്ട് ഒന്ന് ക്ഷമിച്ചേക്കണം എൻ്റെ കൂട്ടുകാരെ. വലിയ അറിവുകളൊന്നുമില്ല കേട്ടോ. വീണ്ടും ഞാൻ പറയാം, വലിയ അറിവുകളൊന്നുമില്ല നമുക്ക്. പിന്നെ നമുക്ക് ഇത് ശരിയാണ് നമ്മൾ പറയുന്നത്, അങ്ങനെ വെച്ച് തന്നെയാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ. തെറ്റും ഒന്നും ഇല്ലാത്തവർ ആരും കാണത്തില്ല ഈ ലോകത്ത്. എല്ലാവരുടെ കയ്യിലും തെറ്റുകുറ്റങ്ങളൊക്കെ കാണും. അതൊക്കെ ഒന്ന് സഹകരിക്കണം എൻ്റെ കൂട്ടുകാരെ കേട്ടോ. പിന്നെ സത്യം ഞാൻ ഉള്ള കാര്യം പറയും, തെറ്റുകുറ്റങ്ങളൊക്കെ കാണും നമ്മുടെ വീഡിയോക്കകത്ത് കേട്ടോ. അതൊക്കെ ഒന്ന് കണ്ടും കേട്ടും ഒന്ന് ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യണം എൻ്റെ പൊന്നു കൂട്ടുകാരെ. കാല് പിടിക്കണോ? പിടിച്ചു. കാല് വേണമെങ്കിലും പിടിക്കാൻ സുപ്പ് കേട്ടോ. ആരുടെ കാല് വേണമെങ്കിലും പിടിച്ചിട്ട് തറയിട്ടോളാം. ഞാൻ തുറക്കത്തില്ല. ഇട്ടിട്ട് ഞാൻ വെളിയിൽ നിന്നാൽ ഇവരെന്നെ വെറുതെ വിടത്തില്ല. അപ്പോഴും നമുക്ക് പായ്ക്കൊക്കെ ഒത്തിരി നേരം സമയം കളയണ്ട. നമ്മുടെ പായ്ക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല വീണ് തുടങ്ങി കേട്ടോ. നല്ല സുഖമാണ് നമുക്ക്. ഒരുപാട് എൻ്റെ പൊട്ടെടുത്തില്ല. ഒരുപാട് നമുക്ക് എടുക്കണ്ട കേട്ടോ. ഒരു 2 സ്പൂണ് നമ്മുടെ മുഖത്തിടാൻ അത് മതി കേട്ടോ. ഒത്തിരി ഒന്നും എടുക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, കളിപ്പീര് പണിയുള്ള അങ്ങനെയുള്ള ദോശമാവല്ല. അത് നന്നായിട്ട് ഉഴുന്ന് ചേർത്ത ദോശമാവായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ മൊറന്നിരിക്കും മുഖം കേട്ടോ. ഉഴുന്നും അതും കൂടെ ചേരുമ്പോൾ അല്ലേ അടിപൊളി ദോശമാവ് കിട്ടുമോ. പിന്നെ എനിക്കൊന്ന് പാക്കറ്റിലൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിനകത്തൊക്കെ ഈ സോഡാപ്പൊടിയൊക്കെ അവർ ചേർക്കും തോന്നുന്നു കേട്ടോ. നമ്മൾ സോഡാപ്പൊടിയൊന്നും നമ്മുടെ വീടുകളിൽ നിന്നും ഉണ്ടാക്കുമ്പോൾ നമ്മൾ സോഡാപ്പൊടിയൊന്നും ഇടത്തില്ലല്ലോ. അല്ലാതെ തന്നെ അരി ഉഴുന്നത് മാത്രമല്ലേ. അതോ എനിക്കറിയത്തില്ല കേട്ടോ. അതൊക്കെ മുഖത്ത് ഇടാൻ പറ്റുമോ നമുക്കറിയത്തില്ല. അപ്പോഴെന്തായാലും വീട്ടിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ. മുഖത്തും കഴുത്തും ഒക്കെ വാരുതും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ അടുപ്പിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഫേസ് പാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ചേച്ചിമാർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയ സംഭവങ്ങളാണ് കേട്ടോ. മഴയൊക്കെ മാറി നല്ല വെയിലായി എല്ലായിടത്തും. ചേച്ചിമാർക്കൊക്കെ തുണി ഉണങ്ങുന്നില്ല, വിറക് ഉണങ്ങുന്നില്ല, ഒന്നും പറയണ്ട. എന്തൊക്കെ പരാതികളായിരുന്നു. വെള്ളം ഇല്ല എന്ന് പറഞ്ഞിടത്തെല്ലാം വെള്ളമൊക്കെ വന്നു. അപ്പോഴേ ഇപ്പം വെയിലും വന്നു. നല്ല വെയിലായി ഇപ്പം കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ ഇന്നലെ മഴ പെയ്തോ? ഇല്ല, ഇന്നലെയൊന്നും ഇവിടെ പെയ്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ചേട്ടന്മാരൊക്കെ വഴക്ക് പറയും. അമ്മായിമ്മമാരും കണ്ടാൽ നമ്മളെ ഓടിച്ചിട്ട് അടിക്കും. എന്തുവാടി ദോശയ്ക്കുള്ള മാവ് കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുമല്ല, ഉള്ളതെല്ലാം വാരി മുഖത്തിടുമെന്നൊക്കെ ഇവരൊക്കെ പറയാം. എന്നിട്ട് കൊഞ്ഞണം കുത്തിയിട്ട് ഓടിക്കണം. ഇവർ നമ്മുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയും കേട്ടോ. അപ്പോഴും കൊഞ്ഞണം കുത്തിയിട്ട് ഒറ്റ ഓട്ടം ഓടിക്കണം കേട്ടോ. ഞങ്ങൾ മുഖത്ത് തേക്കും അമ്മ, അല്ലെങ്കിൽ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടം കൊടുക്കണം. അവിടെ നിന്ന് കഴിഞ്ഞാൽ അടി വാങ്ങിക്കും. അതാ ഞാൻ പറഞ്ഞ കൊഞ്ഞണം കുത്തിക്കട്ടെ. കൊഞ്ഞണം കുത്തത്തില്ലയോ നമ്മൾ പണ്ട് കുഞ്ഞുനാളിലേ കുഞ്ഞാവേല. ഞാനിപ്പോഴാണേലും കൊച്ചുങ്ങളെ ആണേലും അണ്ണനെ ആണേലും കൊഞ്ഞണം കുത്തും. അത്ര കൊള്ളത്തില്ല. ഇങ്ങനെ കുത്തി കാണിക്കും. അവർക്കൊക്കെ ഭയങ്കര കലിപ്പ് കയറും കേട്ടോ. അതാ ഞാൻ പറഞ്ഞ അമ്മായിയമ്മമാരോ ചേട്ടന്മാരോ ആരും നമ്മളെ ദോശമാവ് എടുത്തതിന് കുറ്റം പറഞ്ഞാലും കൊഞ്ഞണം കുത്തുക, ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുക. അവിടെ ആ ഏറെ നിന്ന് പോയേക്കരുത്. അടി ഉറപ്പാണ്. പിന്നെ നിങ്ങൾ പറയും ഈ സുപ്പ് മുഖാന്തരം ഞങ്ങൾക്ക് അടിയും കിട്ടിയത്. അങ്ങനെയൊന്നും പറയിപ്പിക്കല്ലേ എൻ്റെ പിള്ളേരെ. അടിയൊന്നും വാങ്ങിച്ച് കൂട്ടല്ലേ എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇത്ര ദൂരത്ത് നിന്ന് നമ്മൾ പായ് കിട്ടതല്ലേ, എവിടെ വരെ ചെന്നൊക്കെ നോക്കണ്ടേ നമുക്ക്. വെട്ടവും വെളിച്ചമൊന്നും ഇല്ല കേട്ടോ. ഉള്ള വെട്ടത്തൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഞാനെപ്പോഴും ഇവിടെ അകത്ത് ഒട്ടും വെട്ടമില്ല കേട്ടോ. നമ്മുടെ സിറ്റ് ഔട്ടിലാകുമ്പോൾ നല്ല വെട്ടം ഉണ്ടല്ലോ, നമുക്ക് ലൈറ്റ് ഇടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ തന്നെ നമ്മുടെ കൈകളിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴിത് ഇച്ചിരി ഒന്ന് അത്യാവശ്യം 2 സ്പൂൺ എടുത്താൽ മതി. ഒത്തിരി ഒന്നും എടുക്കണ്ട കേട്ടോ, കളയണ്ട.
2 സ്പൂൺ. ഈ കുഞ്ഞു സ്പൂണില്ല ഞാൻ എടുത്തത്, കുഞ്ഞു സ്പൂണിനകത്ത്. അപ്പോഴെനിക്ക് മുഖത്തും കഴുത്തും ഇടാൻ പറ്റിയല്ലോ, ബാക്കിലും ഒക്കെ ഇട്ടോ. എന്നിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ഇങ്ങനെ നിന്നിട്ട് നമുക്കത് ഒന്നും കൂടെ മസാജ് ചെയ്തിട്ട് നമുക്ക് തുടയ്ക്കാം കേട്ടോ. മുളകും മല്ലി ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ നോക്കിയിട്ട് അതേ ഉള്ളൂ സംഭവം, ബാക്കിയെല്ലാം നമ്മൾ എടുക്കുന്നുണ്ടല്ലേ. നമ്മൾ ബാക്കിയെല്ലാം എടുക്കുന്നുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവ വരെ. കായം എടുക്കത്തില്ല നമ്മൾ. ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം എടുക്കുമോ എന്തോ എനിക്കറിയത്തില്ല. ബാക്കി ഒട്ടുമിക്കാൽ സാധനങ്ങളും. പുളി ഞാൻ കണ്ട്. പുളി ഞാൻ വിചാരിച്ചു വാളംപുളിയൊന്നും ആരും ഉപയോഗിക്കത്തില്ലെന്ന്. പക്ഷെ വാളംപുളിയുടെ ഇത് ഞാൻ കണ്ടു കേട്ടോ. നമുക്ക് ചെയ്യണം, അതെല്ലാം ചെയ്യണം. ഓരോന്നായിട്ട് തകർത്ത് വാരി നമ്മൾ ചെയ്യും. എന്തെങ്കിലും ആവട്ടെ, ഏതെങ്കിലുമൊക്കെ ആവട്ടെ. മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട്. നമ്മൾ കെമിക്കലോ ഒന്നും അല്ലല്ലോ നമ്മൾ ഇടുന്നത് കേട്ടോ. അതുകൊണ്ട് പേടിക്കേ വേണ്ട. നമ്മുടെ വീട്ടിലുള്ള ഇതേമാതിരിയുള്ള കുഞ്ഞുങ്ങൾ സംഭവങ്ങളും കൊണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്ത് കാണിക്കണേ. അപ്പോഴിത്തിരി നേരം ഒന്ന് നിന്നിട്ട് നമുക്ക് മസാജ്. സുപ്പുവിൻ്റെ മസാജ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒരു വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. ഇതും കൊണ്ട് നമ്മുടെ അണ്ണം വരുമ്പോൾ അങ്ങോട്ട് ചെന്ന് നിന്ന് കാണിക്കണം. അപ്പോഴേ പറയും ഉഴുന്നില്ലെന്നും പറഞ്ഞ് എന്നും എൻ്റെ അടുത്ത് വഴക്കാം. അപ്പം ഇതിനാണ് ഉഴുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുന്നതെന്ന് പറയും കേട്ടോ. വേണ്ടോ ഒട്ടുമില്ല. ഞാൻ അത്യാവശ്യത്തിന് മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ. ഇപ്പം ഇനി നമുക്കൊരു 15 മിനിറ്റ്. ചേട്ടൻ വിളിച്ചാലും വിളിയേക്കരുത്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ചേട്ടന്മാർ വിളിക്കും, എടിയേ ഇങ്ങോട്ട് ഓടി പാടിയേ എന്നൊക്കെ. മിണ്ടാതെ ഓടി ചെന്നോണം. എന്തോന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ചുളുകൾ വീഴും കേട്ടോ. അതുകൊണ്ട് വിളിക്കണ്ട. നിങ്ങൾ വിളി കേട്ടോണ്ട് നിങ്ങൾ ഓടി ചെല്ലരുത്. അല്ലാതെ ഒറ്റ ഓട്ടം കേട്ടോ. ആളാകെ മാറിപ്പോയല്ലോ. ബാക്കി വരുന്ന നമ്മുടെ കയ്യിലൊക്കെ തൂത്തുകളയും. കളയണ്ട കേട്ടോ. അരി ഉഴുന്നിൻ്റെ ഒക്കെ വില കേട്ടാ നമുക്ക് ദോശ ഇടാൻ തോന്നത്തില്ല. സത്യമല്ലേ? ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ, കളയണ്ട. ഇവിടെ സരസു കണ്ട എന്നെ ഓടിച്ചിട്ടടിക്കും. നമ്മുടെ സരസ് കണ്ട ഓടിച്ചിട്ടടിക്കും കേട്ടോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സരസുവിനോടൊന്നും പറയണ്ട. സരസ് വരുമ്പോൾ എവിടെയെങ്കിലും ഭാഗത്തിരിക്കാതെ നമുക്ക് കേട്ടോ. ഇനി മിണ്ടരുത്, ഓണം കേട്ടോ. അങ്ങനെ നമ്മുടെ മുഖം നന്നായിട്ട് 10-15 മിനിറ്റായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് നനച്ചിട്ട് നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഉണങ്ങി കേട്ടോ. ഞാൻ ഇച്ചിരി നേരം ഇരുന്നു. ഇത് ഉഴുന്നും അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് ഇതാവും കേട്ടോ. അന്നേരം ഇങ്ങനെ ഒപ്പി കൊടുത്തിട്ട്, അല്ലെങ്കിലേ ഭയങ്കര മുറുക്കമാവും. നമുക്കിനി ഇത് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഈ അരിയും ഉഴുന്നൊക്കെ ഉണങ്ങുമ്പോഴേ ഭയങ്കര നമുക്ക് സംസാരിക്കാനൊക്കത്തില്ല കേട്ടോ. എൻ്റെ കണ്ണ് കാണാൻ വയ്യാലേ പിള്ളേരെ. ഇപ്പം കണ്ണിൽ കിടക്ക് വെള്ളം എടുത്ത് വെച്ച് കണ്ണും കാണാൻ വയ്യ. ഓക്കെ, നമുക്ക് മസാജ് ചെയ്യും. സുപ്പിൻ്റെ മസാജ് കണ്ടില്ലെങ്കിൽ ഒരു വല്ലാത്ത നഷ്ടമാണ് നിങ്ങൾക്കൊക്കെ കേട്ടോ. എനിക്ക് പണി ഒപ്പിക്കാൻ വീണ്ടും ഞാൻ തന്നെ പണി ഒപ്പിക്കുന്ന അവിടെ സീറ്റ് വീട്ടിൽ കേട്ടോ. നമുക്കിനി മസാജ് ചെയ്യാം. റോഡിൽ കിടക്കെ ആൾക്കാർ പോയ എൻ്റെ ദൈവം ഈ പെണ്ണിന് വട്ടായി എന്ന് വിചാരിക്കും. ഇത് നമുക്ക് നമ്മുടെ നെറ്റിയിലെ ചുളിവുകൾ ഒക്കെ മാറ്റി കൊടുക്കണം കേട്ടോ. എന്നും ഇങ്ങനെയൊക്കെ ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ അങ്ങ് ഓടി ചാടി ഓടിയൊക്കെ നടക്കുമായിരിക്കും കേട്ടോ. ഇങ്ങനെ ചെയ്യണം എല്ലാവരും കേട്ടോ. വെറുതെ പറയുന്നതല്ല. നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരും ഡോക്ടേഴ്സും കേട്ടോ. ഡോക്ടേഴ്സൊക്കെ കുത്തിയിരുന്ന് അവരൊക്കെ
ചെയ്യുന്നതും പറഞ്ഞു തരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുക ഇവർ വെറുതെ പറയുന്നത്. ചെയ്ത് നോക്കുമ്പോഴല്ലേ എൻ്റെ പൊന്നെ എന്ത് അടിപൊളി സംഭവങ്ങളാണ് അവരൊക്കെ നമുക്ക് വേണ്ടി കാണിക്കുന്നതും ചെയ്യുന്നതുമൊക്കെ അല്ലേ, പറഞ്ഞു തരുന്നതുമൊക്കെ. എനിക്ക് പേടി ആൾക്കാർ വരുമ്പോഴേ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അതിനെ ഈ റോഡേക്ക് നോക്കുന്നു കേട്ടോ. ആരെങ്കിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സുരേഷിൻ്റെ പെണ്ണിന് വട്ടായി നിങ്ങളും പറഞ്ഞു അവർക്ക്, അല്ലെങ്കിൽ ഇവർ വട്ട് കേസാണെന്നാ വിചാരിക്കും. എൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ഈ സ്കൂൾ വണ്ടികളെയും കൊണ്ട് പൊറിമുട്ടിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ നമ്മളെ സ്കൂൾ വണ്ടി പോകുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ പാത്തിരിക്കും. അവർക്കറിയാം, ടീച്ചർമാരൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ, മക്കൾക്ക് എന്തെങ്കിലും കാര്യത്തിനൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇപ്പം വീടി ഇടത്തില്ലേ. ഞാൻ പറയും അവർക്ക് അങ്ങോട്ട് സമയമുണ്ടോ പാവത്തുങ്ങൾ, നേരം വെളുത്തിറങ്ങി ചെന്ന് കയറുമ്പോൾ ഒരു സമയമാകും. ഈ പിള്ളേരുടെ കുരുത്തക്കേടും എന്തെല്ലാം സഹിച്ചായിരിക്കും. സത്യം പറഞ്ഞ് ഈ ടീച്ചർമാർ, ഈ അംഗൻവാടി ടീച്ചർമാർ, അവിടുത്തെ ആയമാർ, അവരെയൊക്കെ സമ്മതിച്ചേ ഒക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ എന്തറിയുന്നു, ഒരു കൊച്ചുങ്ങളെയും കൊണ്ടൊക്കെ കഴിയുന്നു, നമ്മൾ യുവമാരെയും കൊണ്ട് എന്തൊരു ശല്യം. അവിടെ എത്ര കുഞ്ഞുങ്ങളെ അവരൊക്കെ നോക്കുന്നത്. അപ്പോഴവർക്കൊന്നും അതൊരു ശല്യമേ അല്ലല്ലോ. പൊന്നുപോലല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നേ അല്ലേ. നമ്മുടെ ഇരട്ടത്താടി വരാതിരിക്കാനുള്ള ടിപ്പ് മസാജ്, സുപ്പുവിൻ്റെ മസാജ്. ഇങ്ങനെയല്ല ഇന്നലെ കാണിച്ചേ, മറന്നുപോയി, ഇന്ന് മറന്നുപോയി നമ്മൾ കേട്ടോ. ഇങ്ങനെ എനിക്കൊക്കെ മറന്നു പോവാത്, ആ സംഭവം എനിക്ക് മറന്നു പോയി. ഈ വിരലിങ്ങനെ വെക്കണം കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇച്ചിരി ഒരിതുണ്ടല്ലോ, അവിടെ ഇങ്ങനെ ഈ ഉഴുന്നുള്ളത് കൊണ്ട് തന്നെ തെന്നി പോകും നമ്മുടെ കൈ കേട്ടോ. പിന്നെ ഇങ്ങനെ ഇതൊക്കെ ചുളിവുകൾ വീഴാതിരിക്കാൻ. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ, ഇത് തന്നെ ഇവിടെ നഖം ഇരിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല. ഇതൊക്കെ ഒരു 10 പ്രാവശ്യമൊക്കെ ചെയ്യാനാ അവരൊക്കെ പറയുന്നത് കേട്ടോ. നമ്മൾ പിന്നെ 10 പ്രാവശ്യമൊന്നും. ഇത് പക്ഷേ എനിക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ ആരാ പറഞ്ഞത് കൊങ്ങയ്ക്ക് പിടിച്ച് സ്വയം ചാവുകയാണെന്ന്? കഴുത്തിന് പിടിച്ചു, കൊങ്ങയെന്നങ്ങണ്ടല്ലേ പറയുന്നത്, കഴുത്തിന് പിടിച്ച് സ്വയം ചാവുകയാണെന്നല്ലേ. നമ്മുടെ മേപ്പോട്ട് തന്നെ നമ്മുടെ കവിളൊക്കെ മേപ്പോട്ട് തന്നെ നമ്മളിങ്ങനെ മസാജ് ചെയ്യണം. ചേച്ചിമാർ വെറുതെ പറയുന്നതല്ല കേട്ടോ, ഇതൊക്കെ നമുക്ക് മതി. കൈ അഴിക്കുന്ന കേട്ടോ. അയ്യോ, ഒന്നാമത് ഷോൾഡറിന് വേദനയാണ്. പണിയാണ് എനിക്ക് ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് സിറ്റ് ഔട്ട് തുടയ്ക്കുന്ന പണിയാണ് എന്നും. ഉഴുന്നുള്ളത് കൊണ്ട് തന്നെ പോകാൻ ഇത്തിരി പാടാണ് കേട്ടോ. അരിപ്പൊടി ആണെങ്കിൽ തന്നെ പോയിക്കോളും. നമ്മൾ ഈ ഉഴുന്നിട്ടത് കൊണ്ട് തന്നെ ഇച്ചിരി ഒരു കൊഴുകൊഴുപ്പ് കാണത്തില്ലേ, കൊഴുകൊഴുപ്പ് കാണും കേട്ടോ. സാരമില്ല, പിന്നെ നമുക്ക് കുളിച്ചിട്ട് വരാം. വെട്ടവും വെളിച്ചവും ഒക്കെ ഉണ്ടോ മുഖത്ത്? എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ, എനിക്കൊന്നും അറിയാൻ വയ്യ. ഞാനപ്പോഴേ എങ്ങനെയാണെന്നോ, ഞാനന്നേരം ഇതൊന്ന് ഓഫാക്കിയിട്ട് വീണ്ടും തവള വീഡിയോ എടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് എൻ്റെ മുഖം ക്ലിയറായിട്ട് എനിക്ക് സ്വയം കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കട്ടാക്കും. നമുക്ക് നമ്മളെ തന്നെ നോക്കി നമുക്കൊന്നും അറിയാം. മറ്റുള്ളവർ പറയുമ്പോഴേ നമുക്ക് നമ്മുടെ മുഖത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ
ഒരു തരിക്കെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർ പറയുമ്പോഴാണ് അത്. ബംഗാളി പിള്ളേരുണ്ടല്ലോ, അവർ എന്തുവാണ് അവരുടെ കയ്യിൽ ഇരിക്കുന്നത്, ഷീറ്റാണോ എന്തോ. ചിലരുണ്ട് ചേച്ചി ചില പിള്ളേരങ്ങ് നമ്മൾ പറയുമ്പോൾ ഇവരങ്ങ് പോവും. ചിലരിങ്ങനെ നിൽക്കും. ഞാൻ ഗേറ്റ് തുറക്കത്തില്ല കേട്ടോ. അയ്യോ, ഗേറ്റ് തുറക്കത്തേ ഇല്ല, എനിക്ക് പേടിയാണ്. ചില പിള്ളേരുണ്ട് കേട്ടോ, മാന്യമായിട്ട് നമ്മൾ പറയുമ്പം വേണ്ടെന്ന് പറയുമ്പോൾ അവരങ്ങ് പോകും. അറിയത്തില്ല കേട്ടോ. പിന്നെ പകലൊക്കെ വന്ന് എല്ലാം നോക്കി വെച്ചിട്ട് പോവും. രാത്രി കള്ളത്തരത്തിന് മോഷണത്തിന് വരുന്നതാണോന്നും നമുക്കറിയത്തില്ല. എൻ്റെ പൊന്നേ, എനിക്ക് പോയി എന്നെയും കൊണ്ട് അടിച്ചു മാറ്റാൻ വന്നതാണോ എന്തുവെന്ന് ബംഗാളികൾ. എനിക്ക് പേടിയാണ് അവരെ കാണുമ്പം കേട്ടോ. അവരെല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ ഇടുക്കാച്ചി ടിപ്പ് കേട്ടോ, ചെയ്ത് നോക്കണം കേട്ടോ. ആരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തേ ഞാൻ വേറെ ഓരോന്നൊക്കെ ഒന്ന് പറയും. ഇതിൻ്റെ കാര്യങ്ങൾ വിട്ടുപോയി കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് അടുപ്പിച്ചൊക്കെ ഒരു ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ പിന്നെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. കയ്യിലെ തുടച്ചില്ല കേട്ടോ. ഞാൻ കുളിക്കാൻ പോകേണ്ടി കയ്യിലെ തുടച്ചില്ല. അതേ എങ്ങനെ എന്നെ ഉണങ്ങിയിരിക്കുന്നതാണോ നിങ്ങൾ കണ്ടോ, സുപ്പൂൻ്റെ കൈ ഇരിക്കുന്ന കണ്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നെല്ലാം എടുത്തു കഴിഞ്ഞ് നമ്മുടെ ചിന്നു ഇവിടെ വന്നു കേട്ടോ. ഞാൻ പോവാടി, നിന്നെ തിരക്കി ഇത്ര നേരം ഞാൻ ഇരുന്നു. നീ വന്ന് കിടന്ന് ചിലയ്ക്കാൻ തുടങ്ങി. ഞാൻ ഇനി കുളിക്കാൻ പോവാ വേണ്ടേ. അവളിപ്പോഴാണ് വന്നത് കേട്ടോ. പാവം എൻ്റെ ചിന്നു. ഞാനിങ്ങനെ നിൽക്കുമ്പോഴേ, ഇവളിങ്ങനെ കരയുമ്പോഴേ ഞാനിങ്ങനെ അവിടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇനി ഞാൻ നിൽക്കുന്നില്ലടി, ഞാൻ പോവാടി വേണ്ടേ. ഞാൻ കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. ഇല്ലെങ്കിൽ ഇതങ്ങ് ഉണങ്ങിപ്പിടിക്കും. പോടി, ഞാൻ പോവാ. പോയി. അവളും കയറിയിച്ചു. ചിന്നേ ചിന്നേ ചിന്നേ